അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വേദിയിലെ വിശിഷ്ടാതിഥികളെ, സ്നേഹമുള്ള സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. വ്യാപാരരംഗത്തും രാഷ്ട്രീയത്തിലും സാമൂഹ്യ മണ്ഡലങ്ങളിൽ തിളങ്ങുന്ന ഉന്നതനായ നേതാവായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഒരു സമ്മേളനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ഹൃദയഭാഗത്ത് ജീവിക്കുകയും അതുപോലെ വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് ഒരു വളക്കായിരുന്നു. ഏതൊരു രാഷ്ട്രീയക്കാരനും ഏത് രാഷ്ട്രീയ നേതാവും ബഹുമാനിച്ചിരുന്ന ബാഫഖി തങ്ങൾ നമ്മളുടെ ജീവിതത്തിന് ഒരു മാതൃകയാണ്. സത്യസന്ധതയും ആത്മാർത്ഥതയും നയിക്കുന്ന പ്രവർത്തനമാണ് ഇവിടെയും കാണാൻ സാധിച്ചത്. മതരംഗത്തിന് തങ്ങിയിരുന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ അദ്ദേഹം ഒരു മുഷാവർ അംഗമായിരുന്നു. അതുപോലെ സമസ്ത ഉലമാക്കളുടെ ഇടയിൽ തങ്ങി നിന്ന മഹാനായിരുന്നു സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അതുപോലെ ഈ രാജ്യത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഉയരുവാനും ആ വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹിപ്പിക്കാനും അദ്ദേഹം മുന്നിട്ട് വരികയുണ്ടായി. ഈ വ്യാപാരരംഗത്ത് തുടങ്ങിയിരുന്ന അദ്ദേഹം എല്ലാവർക്കും മാതൃകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും ആത്മാർത്ഥത തിളങ്ങി നിൽക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇവിടെ വ്യാപാരരംഗത്ത് വളരെയധികം കാലം പ്രവർത്തിക്കണം. അത് ഒരിക്കലും തന്നെ യാതൊരു കളങ്കമൊന്നുമില്ലാതെ വളരെയധികം ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ രാജ്യത്ത് ഒരു പ്രകാശമായിരുന്നു. എവിടെയും ഈ സദസ്സിലും അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം ഉയർന്നു നിന്നിരുന്നു. ഇവിടെ ഈ രാജ്യത്ത് സമൂഹത്തിൻ്റെ ഈ രാജ്യത്തുള്ളതായ ഈ സംഘടനകളെ, ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിക്കുവാനും ആ സംഘടനയെ മുന്നോട്ട് നയിക്കുവാനും അദ്ദേഹത്തിന് കഴിയുന്നു. എല്ലാ വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുകയും ആ രംഗത്ത് അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. ഇന്ന് അന്ന് എല്ലാ രാഷ്ട്രീയ നേതാക്കളുടെയും മതിപ്പ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ആ പ്രവർത്തനമാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് വന്നതും അവിടെ പ്രവർത്തിച്ചതും. ആ രാഷ്ട്രീയ രംഗത്ത് ഉന്നതമായ വ്യക്തിത്വം പുലർത്തിയ അദ്ദേഹമാണ്. ഇന്ത്യ രാജ്യത്ത് പല രാഷ്ട്രീയ നേതാക്കളും അതുപോലെ വന്നിട്ടുണ്ട്. ഡൽഹിയിൽ ഉന്നതരായ വ്യക്തിത്വം വരുമ്പോൾ ബാഫഖി തങ്ങളും അവരുടെ ഇടയിൽ ഇരിക്കുകയും അവരുമായി സംസാരിക്കുകയും. ഇവിടെ കേരളത്തിൽ എല്ലാവരുടെയും രാഷ്ട്രീയ ഗുരുവായിരുന്നു അദ്ദേഹം. പ്രതിസന്ധികളിൽ ഒരിക്കലും പതറാതെ അദ്ദേഹം ആ പ്രതിസന്ധികളെല്ലാം പരിഹരിക്കുകയും ആ പ്രതിസന്ധിയിൽ നിന്ന് വിജയകരമായി അദ്ദേഹം മുന്നോട്ട് പോവുകയും ചെയ്തു. ഇവിടെ കേരള ഒരിക്കൽ കോൺഗ്രസ് ഭരണത്തിൽ നിന്നപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗിനോട് ചില അപമര്യാദയായി പെരുമാറിയപ്പോൾ, അവിശ്വാസ ലംഘനമായി നടത്തിയപ്പോൾ അതിനെതിരായി അദ്ദേഹം പ്രവർത്തിക്കുകയും അന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി സഹകരിച്ച് ഈ രാജ്യത്ത് ഭരണം മാറ്റിയത്. അതുപോലെ ശ്രീമാൻ അച്യുത് മേനോൻ, അദ്ദേഹത്തെയും ആ സ്ഥാനത്തേക്ക് ഉയർത്തിയത് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളായിരുന്നു. അച്യുത് മേനോൻ ഈ രാജ്യത്ത് വളരെ കാലം 6 കൊല്ലത്തോളം ഭരിക്കുകയും എല്ലാവരുടെയും സ്നേഹവും ആദരവും പിടിച്ചു പറ്റുകയും ചെയ്തു. ഇങ്ങനെ ഏത് രംഗത്തും വളരെയധികം വിജയകരമായി പ്രവർത്തിച്ച മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ. അദ്ദേഹത്തിൻ്റെ ഈ സന്ദർഭത്തിൽ ഈ അനുസ്മരണ യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിയിൽ പ്രവർത്തിക്കുകയും അദ്ദേഹം ചെയ്തതായ കാര്യങ്ങൾ ഒരു സാഹിത്യമാണോ അംഗീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ ഷഫീഉൽ മുദ്നിബീൻ ഇമാമിൽ മുത്തഖീൻ റസൂലി റബ്ബിൽ ആലമീൻ. സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള കാര്യദർശികളെ, യുവ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, നാം ഈ ഒരുമിച്ച് കൂടിയത് അള്ളാഹു വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. അള്ളാഹു നല്ലത് പറയാനും നല്ലത് മനസ്സിലാക്കാനും നല്ലവരെ പിൻപറ്റി ജീവിക്കാനും നമുക്കൊക്കെ അനുഗ്രഹം ചൊരിഞ്ഞു തരട്ടെ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നന്മയുടെ പൊൻവെളിച്ചത്തിന് 973 ജനുവരി 19 തീയതിയാണ് ബാഫഖ് തങ്ങൾ മരണപ്പെട്ടിട്ടുള്ളത്. ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് വേണ്ടത്ര അറിയാത്ത ആളുകൾ സമൂഹത്തിൽ ധാരാളമായി ഉണ്ടാകും. എന്റെ തലമുറയിൽ തന്നെ വേണ്ടത്ര പരിചയപ്പെട്ട ആളുകളും വിരളമാണ്. വലിയ മനുഷ്യർ സമൂഹത്തിന് ഭാരമായി കൊണ്ടിരിക്കുന്ന ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിലും പശ്ചാത്തലത്തിലും ബാഫഖ് തങ്ങളും അതിന്റെ സ്മൃതിയും ഒക്കെ ഒരു അധികപ്പറ്റായി തോന്നുകയാണ്. എന്തോ ഒരു നല്ലതിന്റെ തുടക്കമാണെന്ന് ഈ ബാഫഖ് തങ്ങൾ ട്രസ്റ്റിന്റെ സ്മാരക ട്രസ്റ്റിന്റെ ഈ പ്രവർത്തനം ഒരു നന്മയുടെ തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട്ടെ പ്രഭാഷണത്തിനിടയിൽ പലപ്പോഴും അങ്ങനെ പറയുമ്പോൾ പ്രഭാഷണം കേൾക്കാനിടയായ ഒരു ചെറുപ്പക്കാരൻ, അത് കേവലം ഒരു ചെറുപ്പക്കാരന്റെ വാക്കായതുകൊണ്ടല്ല ഞാൻ ഉദ്ധരിക്കുന്നത്, പകരം നമ്മുടെ പുതിയ സമൂഹത്തിന് നമ്മുടെ ചരിത്രത്തെക്കുറിച്ചുള്ള അവബോധം എത്രത്തോളം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. എല്ലായിടത്തും നന്മക്ക് പകരം തിന്മ കളിയാടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. മാത്രമല്ല, അവരൊക്കെ നേതൃത്വം നൽകിയിരുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഒരുതരം ശോഷണം ഇന്ന് സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അടിസ്ഥാനപരമായ കാരണങ്ങളെ കണ്ടെത്താൻ നാം മടിച്ചു പോവുകയോ അടിസ്ഥാനപരമായ കാരണം കണ്ടെത്താൻ താല്പര്യമില്ലാതായി തീരുകയോ ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ പിന്നിൽ യഥാർത്ഥമായ താല്പര്യം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ ലോകത്തിന് നൽകിയ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ദാനമാണ്. ലോകത്ത് ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഓരോ കാലഘട്ടത്തിൽ നിയോഗിച്ചിട്ടുണ്ട്. വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂലാ എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരുണ്ടായി. സത്യമതത്തിന്റെ സാക്ഷ്യം, സത്യത്തിന്റെ സാക്ഷ്യം എല്ലാ കാലഘട്ടത്തിലുമുള്ള പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞിരുന്നു. എന്നാൽ ആ രംഗത്തെ ഏറ്റവും പ്രധാനിയും സമുന്നതൻ, എല്ലാ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും സത്യത്തിന്റെയും സംഗമസ്ഥാനത്താണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാ ബഅസല്ലാഹു നബിയ്യൻ ഇല്ലാ ആമന ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനെ കുറിച്ച് പറയാത്ത, വിശ്വസിക്കാത്ത ഒരാൾക്കും അല്ലാഹു പ്രവാചകത്വം തന്നെ നൽകിയില്ല എന്ന് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്നും പരത്തി പറയുന്നില്ല. ഖുർആൻ തന്നെ പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. സർവ്വലോകങ്ങൾക്കും അനുഗ്രഹമാണ് മുഹമ്മദ് നബി. മുഹമ്മദ് നബി രണ്ട് കാര്യത്തെ ലോകത്ത് ഉപേക്ഷിച്ചു. ലം തളില്ലു മാ തമസ്സക്തും ബിഹിമാ
കിതാബുല്ലാഹി വസുന്നത്തു റസൂലി. രണ്ട് കാര്യങ്ങൾ മുഹമ്മദ് നബി ലോകത്തിന്റെ മുന്നിൽ ഉപേക്ഷിച്ചു പോയി. ഒന്ന് അല്ലാഹുവിന്റെ വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം എന്ന് പറയുന്നത് ഇന്നും വള്ളിക്ക് വ്യത്യാസമില്ലാതെ സത്യത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായി നിലകൊള്ളുകയാണ്. ലോകത്ത് ആർക്കും അതിൽ കൈവറ്റാൻ സാധ്യമല്ല. ആ രൂപത്തിൽ അത് സമുന്നതമാണ്, ഉദാത്തമാണ്. ഇത് വളരെ ഗൗരവമായി നാം ഓരോരുത്തരും ചിന്തിക്കാം. പുണ്യനബി ലോകത്തിന്റെ മുന്നിൽ ഉപേക്ഷിച്ച മറ്റൊരു കാര്യം, ഒരു പ്രധാനപ്പെട്ട റിവായത്ത് രണ്ട് രൂപത്തിൽ ഈ വിഷയത്തിൽ റിവായത്ത് കാണുന്നു. ഒന്ന് കിതാബുല്ലാഹി വസുന്നത്തു റസൂലി, ഒന്ന് കിതാബും അല്ലാഹുവിന്റെ തിരുസുന്നത്തുമാണ്, ഹബീബിന്റെ തിരുസുന്നത്തുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കിതാബുല്ലാഹി വഅത്റത്തി, അല്ലാഹുവിന്റെ ഖുർആനും പുണ്യനബിയുടെ കുടുംബവുമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കുടുംബം അതിന്റെ ശുദ്ധമായ നിലയിൽ 4000 കൊല്ലങ്ങളിലെ മുമ്പിലേക്ക് നീളുന്നതായി നാം കാണുന്നു. നമ്മുടെ മുന്നിൽ ഒത്തുനിട്ടമായ ചരിത്രം തന്നെ 4000 കൊല്ലം മുമ്പുള്ള സയ്യിദുനാ ഇബ്രാഹിം, അഹ്ലുൽ ബൈത്ത് എന്ന് പറയും ഇവരെ കുറിച്ച്. 4000 കൊല്ലം മുമ്പ് ജീവിച്ച സയ്യിദുനാ ഇബ്രാഹിം റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത് ഇന്നഹു ഹമീദും മജീദ് എന്ന് പറയും. امرأته قائمة فضحكت فبشرناها بإسحاق ومن وراء إسحاق يعقوب قالت يا ويلتى ألد وأنا عجوز وهذا بعلي شيخا إن هذا لشيء عجيب قالوا أتعجبين من أمر الله رحمة الله وبركاته عليكم أهل البيت إنه حميد مجيد فلما ذهب عن إبراهيم الروع وجاءته البشرى يجادلنا في قوم لوط إن إبراهيم لحليم أواه منيب റഹ്മത്തുള്ളാഹി വബറകാതുഹു അലൈക്കും അഹ്ലൽ ബൈത്ത്. നിങ്ങൾ അഹ്ലുൽ ബൈത്തിന്റെ അല്ലാഹുവിന്റെ മഹാ അനുഗ്രഹവും പ്രത്യേകമായ സമൃദ്ധിയും ഉണ്ടാകും എന്ന് അല്ലാഹു തആല തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. അൽ ബൈത്ത് എന്ന് പറയുന്നത് കഅബാലയത്തിന്, അഹ്ലുൽ ബൈത്ത് എന്നാൽ കഅബാലയം പുതുക്കിപ്പണിത ആളുകളാണ്. കഅബാലയം പുതുക്കിപ്പണിത നബിയുമായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ ഇരിക്കുന്നവരുടെ പേര് അങ്ങോട്ട് നീളുമെന്ന യാഥാർത്ഥ്യമാണ് വളരെ ഗൗരവമായി നാം ചിന്തിക്കേണ്ടത്. അതിന്റെ ചരിത്രത്തിൽ മഹാനായ സയ്യിദുനാ ഇസ്മായിൽ വഴി മദീനയിൽ മക്കയിൽ പുണ്യനബിയുടെ വരവിന് കാരണമാണ്. ഇന്നും ലോകത്ത് നിലനിൽക്കുന്ന സംസം എന്ന അക്ഷയമായ ഉറവ പുണ്യനബിയുടെ പിതാമഹനും ഇബ്രാഹിമിന്റെ മകനുമായ അലൈഹിസ്സലാത്തു വസ്സലാം സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വഴി ഉണ്ടായിട്ടുള്ളത്. ഞാൻ 4000 മുമ്പുള്ള ഒരു കഥ പറയുന്നു. ഇവരുടെ പിതാവിന് സയ്യിദുനാ ഇസ്മായിൽ, അതാണ് അഹ്ലുൽ ബൈത്തിന്റെ പിതാവ്. ഭൂമിയുടെ നന്മയിൽ വിശുദ്ധ ഗേഹത്തിന്റെ മണ്ണിൽ അവരുടെ പിതാവ് സയ്യിദുനാ ഇബ്രാഹിം നന്മക്ക് വേണ്ടി കൊണ്ടുപോയി ഏൽപ്പിച്ചത്. ആ കുടുംബത്തിലേക്കാണ് ബഹുമാനപ്പെട്ട മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര നീളുന്നു. പിന്നെ പുണ്യനബി വന്നു. വിശ്വത്തിനാകമാനം വെളിച്ചം നൽകി. ലോകത്തിന് മുഴുവൻ ആ വെളിച്ചം. അവിടുന്ന് പോയപ്പോൾ ഉപേക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന് അവിടുത്തെ സുന്നത്ത്, രണ്ടാമത്തെ അവിടുത്തെ വഅത്റത്തി, എന്റെ കുടുംബമാണ് മുഹമ്മദ് നബി. ആ കുടുംബം വളരെ പ്രധാനപ്പെട്ടത്. നാളെ അന്ത്യനാളിൽ
അള്ളാഹുവിന്റെ നാളെ മഹ്ശറിന്റെ പരീക്ഷണങ്ങളിൽ വിജയിക്കാൻ കഴിയുന്നത് അഹ്ലുൽ ബൈത്തിനോട് ഏറ്റവും സ്നേഹമുള്ളവരാണെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വലിയ പണ്ഡിതനായിരുന്നു സയ്യിദ്നാ ഇമാം ശാഫിഈ. ഞാനിത് പറയുന്നത് ഒരു പക്ഷേ ഇതൊന്നും വേണ്ട, നാം നമസ്കരിക്കുകയും നാം അങ്ങനെ നോമ്പ് നോക്കി ജീവിച്ചാൽ മതി, അതിനപ്പുറമൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്നവരും ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നതുകൊണ്ട്. ആരാണ് ഈ അഹ്ലുൽ ബൈത്ത്? എന്തുകൊണ്ട് ബാപ്പക്കയുണ്ടായി? എന്തുകൊണ്ട് ബാപ്പക്കയെ പോലെ മറ്റൊരാളെ മറ്റൊരിടത്ത് നമ്മൾ കാണുന്നില്ല? എന്താണ് ബാപ്പക്കയുടെ പ്രധാനം? ബാപ്പക്കയുടെ അടിസ്ഥാന വേദന എന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടില്ല. കേവലം ഇന്ന് വൈകുന്നേരം വിശദമായ പ്രഭാഷണങ്ങളുണ്ട്. ബാപ്പക്കയാണ് ഒരു മനുഷ്യന്റെ രാഷ്ട്രീയ കേരളത്തിന്റെ സംഭാവനകളൊക്കെ നാം ഇവിടെ ഇന്ന് വൈകുന്നേരം ചർച്ച ചെയ്തേക്കാം. പക്ഷെ അതിൻ്റെതായ കാര്യം എന്തുകൊണ്ട് കേരളത്തിൽ ഇങ്ങനെ ഒരു മഹാമനുഷ്യരിൽ അഭയം തേടി എന്നുള്ളത്. അതിനവിടുത്തെ വേരുകൾ മഹാനായ മുഹമ്മദ് നബി തങ്ങളിലേക്ക് നീളുക. മുഹമ്മദ് നബി ഈ ലോകത്ത് ഉപേക്ഷിച്ച പ്രധാനപ്പെട്ട ഒന്ന് അവിടുത്തെ കുടുംബമാണ്. ആ കുടുംബത്തെ ആദരിക്കൽ നമ്മുടെ കടമയാണ്. ഭരണാധികാരികൾ ഒരു കാലഘട്ടത്തിൽ അന്ന് നബി കുടുംബത്തിന് എതിരായിരുന്നു. നിമിഷ കവിയായിരുന്ന ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു എഴുതിയ കവിതയാണിത്. ലോകം മുഴുവനും എന്താപേക്ഷകൾ പറഞ്ഞാലും ഞാൻ നബി കുടുംബത്തിന്റെ കൂടെ നിലനിൽക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഈ കുടുംബത്തിന്റെ വലിയൊരു പ്രാധാന്യം കൂടിയുണ്ട്. സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹു അവർക്ക് പ്രത്യേകമായ ഒരു പ്രത്യേകമായ തൗഫീഖ് ഭാഗ്യം നൽകിയിരിക്കുന്നു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഭൂമി തിന്മയിൽ അധിഷ്ഠിതമായ ഒരു കാലഘട്ടത്തിൽ ഇനിയും ഭൂമിയെ രക്ഷപ്പെടുത്തുന്നത് ഈ അഹ്ലുൽ ബൈത്ത് തന്നെയായിരിക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലൗലം യബ്ഖ മിന ദുനിയാ ഇല്ലാ യൗമ ലയുഖവ്വിലുല്ലാഹു ദാലിക യൗം വയബ്അഥു റജുലൻ മിൻ അഹ്ലി ബൈതി. ലോകം അവസാനിക്കാൻ ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളെങ്കിലും യുഗപ്രഭാവനായ മഹ്ദി ഇമാം എന്ന അഹ്ലുൽ ബൈത്തിനെ അല്ലാഹു പറഞ്ഞേക്കുമെന്ന് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നും ഭൂമിയെ നന്മയിലേക്ക് രക്ഷിക്കുന്നത് മഹാനായ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഇമാമുന മുഹമ്മദ് ബിൻ അബ്ദില്ലാ ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. ആ പ്രാധാന്യം ഈ കുടുംബത്തിനുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം. പക്ഷേ അതോടുകൂടെ തന്നെ ഗൗരവമായി ഒരു കാര്യം നാം ചിന്തിക്കണം. ഒരു വിഭാഗത്തിന്റെ അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ആ വിഭാഗത്തിന് ഉത്തരവാദിത്തങ്ങൾ ധാരാളമായി. അള്ളാഹു ആ കാര്യം വളരെ ഗൗരവമായി ചിന്തിക്കണം. ഈ സദസ്സിൽ ധാരാളം അഹ്ലുൽ ബൈത്ത് ഉണ്ടാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ക്ഷമാപണത്തോടെയും വിനയത്തോടെയുമാണ് ഈ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നത്. ഭൂമിയിൽ നിങ്ങളുടെ ഉത്തരവാദിത്തം ബാപ്പയ്ക്ക് തങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ബാപ്പയ്ക്ക് തങ്ങളെ കേവലം അനുസ്മരിക്കുന്ന ഉത്തരവാദിത്തം മാത്രമല്ല. എന്തിനാണ് അനുസ്മരിക്കുന്നത്? എന്തിനാണ് നല്ല മനുഷ്യരെ അനുസ്മരിക്കുന്നത്? നല്ല മനുഷ്യരെ അനുസ്മരിക്കുന്നതിന്റെ പിന്നിൽ അത് ഉദാഹരണമാക്കിയ ഒരു ലോകം ഇവിടെ വളർന്നു വരിക, ഒരു ജനത ഇവിടെ ഉണ്ടായിത്തീരുക എന്നുള്ളതാണ്. ഇതാണ് എന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ഇത് നമ്മൾ ചിന്തിക്കണം. ഏതൊരാൾക്കും അനുഗ്രഹം ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. നമ്മൾ പഠിക്കേണ്ടത് ഈ മനുഷ്യൻ ബാപ്പയെ നമുക്കൊക്കെ നേതാവാണ്, അല്ലാതെ നേതാവ് തന്നെയാണ്. എന്തുകൊണ്ട്? ഒന്നാമതായി ബാപ്പയ്ക്ക് കേവലം ആദരവിന് വേണ്ടി നടന്നിരുന്ന ഒരാളായിരുന്നില്ല എന്ന് ഞാൻ മനസ്സിലാക്കും. വളരെ നമ്മൾ ഇത് ചിന്തിക്കണം. തന്നെ ജനങ്ങൾ ആദരിക്കണം എന്ന ഒരു താല്പര്യക്കാരൻ ആ ഒരു ആദരവിന് വേണ്ടി നടന്നിരുന്ന ഒരാളായിരുന്നില്ല മഹാനായ ബാപ്പക്ക് തങ്ങൾ. അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ ഇടം നൽകട്ടെ. അവിടുത്തെ മുഹ്റബിയായ ദർജകളെ അല്ലാഹു ഏറ്റുകൊടുക്കട്ടെ. തന്റെ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കിയ ഒരാളാണ്. അവിടുത്തെ നേതാവ് അങ്ങനെയായിരുന്നല്ലോ. ഏതൊരു ജനതയുടെയും നേതാവ്, ആ ജനതയുടെ സർവ്വജ്ഞാനം മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരു ജനതയുടെ സർവ്വജ്ഞാകുമ്പോൾ മാത്രമേ സത്യത്തിൽ ആ ജനതയുടെ നേതാവാകാൻ കഴിയൂ എന്ന്. ബാപ്പയ്ക്ക് തങ്ങളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ
ഒന്നാമതായി മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ അത്ര വലിയ ഒരു ഭൗതിക പണ്ഡിതനായിരുന്നില്ല എന്നുണ്ട്. മമ്പാട് MES കോളേജ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. പ്രസംഗിക്കാൻ വേണ്ടി എണീറ്റു. ഭാഷാ പ്രയോഗത്തിൽ തെറ്റിപ്പോയി. തൊട്ടടുത്ത് എണീറ്റ് നിന്ന സയ്യിദ് ഉമർ സാഹിബിന്റെ ഭാഷ തിരുത്തിയത് ഇന്നും കേട്ടവർ മമ്പാട് ജീവിച്ചിരിക്കുന്നു. എന്നിട്ടും കേരള ചരിത്രത്തിൽ 10,000-കണക്കിന് ബിരുദധാരികളെ സൃഷ്ടിച്ച, 1000-കണക്കിന് 10,000-കണക്കിന് എന്ന് പറഞ്ഞാലും തെറ്റില്ല, അങ്ങനെയുള്ള സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബാബക്ക് തങ്ങൾ തന്നെയായിരുന്നു എന്നതാണ് വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു പരിണാമം. അതെന്തുകൊണ്ട് ഈ മനുഷ്യൻ പ്രസംഗത്തിൽ ഭാഷ പിഴച്ചു? ഒരു ഭൗതിക വിദ്യാസമ്പന്നനായിരുന്നു, ഇനി ഒരു പണ്ഡിതനായിരുന്നു, അത് മതി. ഈ മനുഷ്യൻ കൊയിലാണ്ടിയിലെ അരിക്കച്ചവടക്കാർ കഴിഞ്ഞു. പുളിക്കച്ചവട്ടിലെ തങ്ങൾ എന്ന് പറഞ്ഞിരുന്നു കൊയിലാണ്ടിക്കാർ. ഒരു പുളി ഉണ്ടായിരുന്നു കൊയിലാണ്ടി, അങ്ങനെയാണ് ചരിത്രം. എന്നോടത് ഇവരുടെ കുടുംബം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ കൊയിലാണ്ടിയിൽ ഇടക്കിടക്ക് പോകാറുണ്ട്, ഇവരൊക്കെ കാണാറുണ്ട്, കഴിഞ്ഞ ആഴ്ച കണ്ടിട്ടുണ്ട്. വളരെ താല്പര്യമുള്ള സ്ഥലം കൊയിലാണ്ടി പോകാറുണ്ട്. എന്നെ കൊയിലാണ്ടി ചെന്നാൽ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ബാപ്പക്ക് തങ്ങളെ കണ്ട ആളുകൾ, ബാപ്പക്ക് തങ്ങൾ അവസാനമായി ഹജ്ജിന് പോയ സദസ്സിൽ പങ്കെടുത്തവർ, ഇപ്പോഴുള്ളവരെ ആളുകളൊക്കെ കൊയിലാണ്ടി ഞാൻ കണ്ടിട്ടുണ്ട്. അത് വല്ലാത്ത ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ മനുഷ്യരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആയിരമല്ല, അത്ര വലിയൊരു ആയിരമാണ്. സാധാരണക്കാരനായ ഒരു വിവരം, സാധാരണ അക്കാലത്തെ ജനങ്ങളുമൊക്കെ വിവരമുള്ളവരായിരുന്നല്ലോ, ഒരു നിലയ്ക്ക് മതപരമായ വിവരമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആയിരം എന്ന് പറയാവുന്ന ഒരു ആയിരമൊന്നുമല്ല മഹാനായ സയ്യിദ് റഹ്മാൻ. എന്നാലോ ഇന്ന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മരണം വരെയുള്ള നേതാവായിരുന്നു, ഒന്നാം കാര്യദർശിയായിരുന്നു ബഹുമാനപ്പെട്ട ബാപ്പക്ക് തങ്ങൾ. അഥവാ ആയിരങ്ങൾക്ക് മുമ്പ് സഞ്ചരിച്ച ഒരാളായിരുന്നു. വിദ്യാർത്ഥികൾക്ക് മദ്രസ പഠനം ഉണ്ടാകാൻ വേണ്ടി ഈ മനുഷ്യൻ ആയിരങ്ങളെ സമീപിക്കുകയും മദ്രസ എന്ന പുതിയ പഠന രീതി നമ്മുടെ പൗരാണികമായ രീതികൾക്കെതിരാവുകയും അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യില്ലേ എന്ന് ചിന്തിച്ച നല്ല മനുഷ്യരും സൂക്ഷ്മശാലികളും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഏകദേശം 5 വർഷം സമയമെടുത്തു എന്ന്. 946 മുതൽ 951 വരെയുള്ള 5 വർഷത്തെ കാലഘട്ടം കേരളത്തിലെ ആയിരങ്ങളെ കൂടെ മുഴുവനും നടന്ന് അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് ഈ മഹാനായ മനുഷ്യൻ സമയം ചെലവഴിച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കണം, ആയിരങ്ങളുടെ മുന്നിലും ആ മനുഷ്യനായി, ഭൗതിക വിദ്യാഭ്യാസ രംഗത്തെ അതിന്റെ മുന്നിലും ആ മനുഷ്യനായി. ഈ കോഴിക്കോട്ടങ്ങാടിയിൽ അനവധി കുട്ടികളെ സ്വയം ആ മനുഷ്യൻ പഠിപ്പിച്ചു. കുട്ടികൾക്ക് കൃത്യമായി ഫീസ് കൊടുത്ത് പഠിക്കേണ്ട, ഉന്നത വിദ്യാഭ്യാസങ്ങൾക്ക് ഫീസ് കൊടുക്കേണ്ട കാലഘട്ടത്തിൽ കോഴിക്കോട്ടെ ചില സമയത്ത് 16 കുട്ടികളെ വരെ താൻ തന്നെ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചിരുന്നു. താൻ ഫീസ് കൊടുത്ത് പഠിപ്പിച്ചത് ഒരു വിദ്യാർത്ഥിയാണ് പിന്നീട് കേരളത്തിന്റെ പ്രതിഭാധനായ മുഖ്യമന്ത്രിയായി മാറിയ മഹാനായ സയ്യിദ് മുഹമ്മദ് സാഹിബ്. അതിന്റെ പിന്നിൽ ബാപ്പക്ക് തങ്ങൾ. വളരെ നമ്മൾ ചിന്തിക്കണം. ഇവിടെയാണ് നമ്മൾ മുഹമ്മദ് നബിയുടെ കുടുംബത്തെ കണ്ടത്. താൻ വരുമ്പോൾ ജനങ്ങൾ എണീറ്റ് നിൽക്കണമെന്നാണ് അവന്റെ ഒരുത്തന്റെ മോഹമെങ്കിൽ അവൻ നരകത്തിൽ സീറ്റുറപ്പിച്ചു എന്ന് മുഹമ്മദ് നബി ചിന്തിക്കും. എന്നാലോ മദീനയിലെ ശത്രുവിൽ നിന്ന് പ്രതിരോധിക്കാൻ വേണ്ടി കിടന്നു കീറുന്ന പാവപ്പെട്ട പ്രവാചക സഹാബികളുടെ കൂടെ മുഹമ്മദ് നബിയുണ്ട്. അവൻ പാട്ടുപാടുന്നുണ്ട്, നബി പാട്ടുപാടുന്നില്ല. ഈ ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം രേഖപ്പെടുത്തി പാട്ടുപാടുക. അപ്പോഴും മുഹമ്മദ് നബി കിടക്കുകയാണ്. കുറെ കിടച്ച്
പട്ടിണി കിടന്ന കാരണത്താൽ വയറ് കുനിയുന്നില്ല, ഭാരമില്ല, വയറ്റിലൊന്നുമില്ല. വയറ്റിൽ 2 കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സമൂഹത്തിന്റെ കൂടെ നിന്ന് സേവനം ചെയ്യുകയാണ് മുഹമ്മദ് നബി. ഈ ഒരു രീതി ബഹുമാനപ്പെട്ട ബാപ്പുത്തങ്ങളിൽ കടലുണ്ടി പുഴയിൽ എത്ര തവണ വെള്ളം കൊണ്ടുപോയി, ചാലിയാത്രയിൽ എത്ര തവണ വെള്ളം കയറുകയും ഇറങ്ങുകയും ചെയ്തു. എന്നാൽ ബാപ്പയ്ക്ക് പകരം പിന്നെ ഒരു ബാപ്പ ഉണ്ടായോ? സമർപ്പണമാണ് പ്രധാനം. മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ്. വിശ്വാസികളിൽ ഇടയ്ക്കിടെ ആൺകുട്ടികൾ അപൂർവമായിട്ടാണ് ആൺകുട്ടികൾ ഉദയമുള്ളൂ. ഞാൻ വചനം കേൾക്കുമ്പോൾ തന്നെ വചനത്തിന്റെ മുന്നിൽ ഇരുന്നാൽ തന്നെ ചിരിച്ചു പോകാൻ. ആണുങ്ങളായ വിശ്വാസികൾക്കാണ് മുഅ്മിനീനാന്ന് പറയുന്നത്. പിന്നെയും പറഞ്ഞു റിജാൽ, മിനൽ മുഅ്മിനീന റിജാലുൻ സ്വദഖൂ മാ അഹദുല്ലാഹ്. ഈ കോഴിക്കോട്ടെ ആ വാണിജ്യശാലയിൽ തൊഴിൽ ചെയ്ത ഒരുപാട് ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, വയസ്സന്മാർ. ഒരിക്കൽ ഇവിടെ ഈ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച ഒരു കിഴവനായ ആള് പൊട്ടിക്കും. അന്ന് മര്യാദക്ക് അരി കിട്ടിയിരുന്നത് ബാപ്പക്ക് തങ്ങൾക്ക് അരി വരുന്ന ദിവസമാണ്. അരി കരിഞ്ചന്ത നടത്തിയിരുന്ന കാലത്ത് ഒന്ന് ചിന്തിച്ചു. അന്ന് അരിക്ക് മുതലാളിമാരായ ഒരുപാട് ആളുകൾ ഈ കോഴിക്കോട്ട് പരിസരത്തും ഉണ്ടായില്ല. അരിക്കത്ത് വലിയ ലാഭം ഉണ്ടായിരുന്നു. അരി കരിഞ്ചന്തക്ക് വില കൂട്ടി വിൽക്കുന്ന കാലഘട്ടമായി. ആ കാലഘട്ടത്തിൽ ബാപ്പക്ക് തങ്ങൾക്ക് കപ്പല് വന്നിട്ടുണ്ട്, ബാപ്പക്ക് തങ്ങൾക്ക് അരിയുമായി കപ്പൽ വന്നിട്ടുണ്ട് എന്ന് കിട്ടിയാൽ മലബാറിലെ മനുഷ്യർ സന്തോഷിച്ചിരുന്നത്ര ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും. എന്തുകൊണ്ട്? ആ കപ്പലിലായിരിക്കുന്ന വില വളരെ നാമമാത്രമായ കുറഞ്ഞ വിലക്ക് ആ മനുഷ്യൻ ഇവിടുത്തെ ഭരണാധികാരിയായിരുന്നില്ല. ആ മനുഷ്യൻ ഇവിടുത്തെ നിയമസഭയിലെ MLA ആയിരുന്നില്ല, ആയിട്ടില്ല, MP അല്ല, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ല. കോഴിക്കോട്ടെ അങ്ങാടിയിൽ അനവധി കുട്ടികൾക്ക്, പഠിക്കുന്ന കുട്ടികൾക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് ഫീസ് കൊടുത്തത് ആ മനുഷ്യൻ. അപ്പോൾ തന്നെ അണികളിലേക്ക് കുട്ടികളെ പറഞ്ഞേച്ചത് ആ മനുഷ്യൻ. അവർക്ക് പോയി മടങ്ങി വരുന്നത് വരെയുള്ള എല്ലാവിധ ഫീസ് സൗകര്യങ്ങളും കൊടുത്തത് ആ മനുഷ്യൻ. ആ കൂട്ടത്തിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട അബ്ദുള്ള സാഹിബ്. വിദ്യാഭ്യാസിയും പണ്ഡിതനുമായി. എന്തിനെ ബഹുമാനപ്പെട്ട സാഹിബ്, ഞാൻ ഇന്ന് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, എന്റെ കൂടെ വന്ന ഒരാളോട് പറഞ്ഞു, നമ്മൾ കേരളത്തിലെ മത രാഷ്ട്രീയ എല്ലാ സാഹചര്യവും വളരെ വലിയ ഒരു പ്രതിസന്ധിയിലാണ് നിൽക്കുന്നത്. എന്താ ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഒരു CH മുമ്പുമായി ഉണ്ടാവുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു CH ഉണ്ടായാലും നമ്മൾ നന്നായി. നമ്മൾ നന്നായിരുന്നു എന്ന് പറയണമെങ്കിൽ എന്റെ സദസ്യർ നമ്മൾ അത്ര നാശമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയോ ഇല്ലേ എന്ന് എനിക്കൊന്നുമില്ല. നമ്മൾ നാശമായിട്ടുണ്ടോ എന്ന് മനസ്സിലാവാത്തവർ നമ്മളെ മുഖത്തിലുണ്ട്. ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. പക്ഷേ വെറുതെ CH ഉണ്ടാവുകയില്ല. CH തന്നെ ഒരു ചൂളയിൽ വാർത്തതാണ്. ആരുടെ ബാപ്പക്കൈ? അതിനൊരു ബാപ്പക്കൈ അതില്ല. ഞാൻ അങ്ങോട്ട് വന്നപ്പോ വണ്ടി ഓടിക്കുന്ന ഇബ്രാഹിം എന്ന സുഹൃത്തിനോട് പറഞ്ഞു, ഇതൊന്നും വേണ്ടില്ലായിരുന്നു. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഇതൊന്നും വേണം. ചിലപ്പോൾ ഇത് നമുക്ക് ഭാരമായിരിക്കും, കണ്ണുണ്ടാവുക ചെയ്യില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് ശ്രമിക്കുന്നത്? ഇനി ഒരു മാസത്തിൽ ഉണ്ടാകണം. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഒരു
ഉണ്ടാവണം. ഞങ്ങളുടെ സ്കൂളിന്റെ മുറ്റത്തേക്ക് പ്രധാന അധ്യാപകൻ ഫിലിപ്പ് നേരി, എന്റെ പ്രധാന അധ്യാപകന്റെ പേരാണ് ഫിലിപ്പ് നേരിയാണ്. സ്കൂളിന്റെ ഓഫീസിന്റെ മുറ്റത്തേക്ക് ഞങ്ങൾ അന്ന് മുറ്റത്ത് യു പി സ്കൂളാണ്, പിന്നെ 1 വയസ്സായി വന്നിട്ട് ഹൈസ്കൂളാക്കി. അങ്ങനെ യു പി സ്കൂളാണ് ഞങ്ങൾക്കുള്ളത്. അവിടെ പഠിക്കാം 1973 ജനുവരി 20 അങ്ങനെയായിരുന്നു. ഒരുച്ചയ്ക്ക് ശേഷം പ്രധാന അധ്യാപകൻ സ്കൂളിന്റെ മുഖത്തേക്ക് ഞങ്ങളെ വിളിച്ചു കൂട്ടി. അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പ് നേരി. അദ്ദേഹം പറഞ്ഞു, സ്കൂൾ വിടുകയാണ്, ബാപ്പുക്ക് തങ്ങൾ മരിച്ചു എന്ന വിവരം കിട്ടിയിട്ടുണ്ട്, പറഞ്ഞ് പൂർത്തിയാക്കാൻ ആ മനുഷ്യൻ കഴിഞ്ഞു. ബാപ്പുക്ക് തങ്ങൾ മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് പൂർത്തിയാക്കാൻ എന്റെ പ്രധാന അധ്യാപകൻ ഫിലിപ്പ് നേരിക്ക് കഴിഞ്ഞു. ഫിലിപ്പ് സാറിന് പറയാൻ കഴിഞ്ഞു. ഞങ്ങളെല്ലാം സ്കൂൾ വിട്ടു പോകും. ഇപ്പോൾ എന്റെ സ്വകാര്യതകളിൽ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാ ആയിരിക്കുമോ ആവോ ഈ ബാപ്പക്കത്തങ്ങൾ മരിച്ചിട്ട് സ്കൂൾ വിട്ടത്? കാരണം ആ മനുഷ്യൻ ഒരു നിലക്ക് നോക്കിയാൽ കേരളത്തിൽ അന്ന് ഒരു മന്ത്രി ആയിട്ടും ഏതോ മുൻമന്ത്രി മരിച്ചാൽ സ്കൂൾ വിടുന്ന ഏർപ്പാട് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടോ? ഒന്ന് പറഞ്ഞേ. ഇല്ലല്ലോ. നിങ്ങൾ പിന്നെ മനുഷ്യർ നന്നാകുമ്പോൾ അവിടെ വ്യത്യാസങ്ങളില്ല. ഒരു ദേശത്തിന്റെ കഥ വായിച്ച് പുസ്തകം അടക്കി വെച്ച് 20 കൊല്ലം മുമ്പാണ് ഞാൻ നിങ്ങളെ കോഴിക്കോട്ടുകാരെ കഥ വായിച്ചത്. അന്ന് തുടങ്ങിയതായി എനിക്കൊരു കോഴിക്കോടൻ പ്രേമം. പുസ്തകം അടക്കി വെച്ച് കഴിഞ്ഞു. ഈ ഫ്രാൻസിസ് റോട്ടിലൂടെ വരികയാണ് എസ് കെ പൊറ്റക്കാടും അച്ഛൻ. കുട്ടിയായ എസ് കെ പൊറ്റക്കാടും തന്റെ അച്ഛനും ഫ്രാൻസിസ് റോട്ടിലൂടെ ഇങ്ങനെ കടപ്പുറത്തേക്ക് നടക്കുക. ആ കഥ പറയുന്നുണ്ട് ഒരു ദേശത്തിന്റെ കഥയിൽ. ഏകദേശം ഷേഖിന്റെ പള്ളിയുടെ അവിടെ എത്തിയപ്പോൾ അച്ഛൻ തന്റെ പോക്കറ്റിന് നാണയത്തൊട്ടെടുത്ത് ആ ഷേഖിന്റെ പള്ളിയുടെ അടുത്തുള്ള ഭണ്ഡാരത്തിൽ ഇട്ടുവന്നു. എന്നിട്ട് ഒരു നാണയത്തൊട്ടെടുത്ത് കുട്ടിയായ എസ് കെയുടെ കയ്യിൽ കൊടുത്തു. നാണയത്തൊട്ടിട്ട് ആ പെട്ടിയിൽ, ആ പള്ളിയുടെ പെട്ടിയിൽ ഒരു നാണയത്തൊട്ടെടുത്തു. അപ്പോൾ കുട്ടി ചോദിച്ചു, അച്ഛാ, ഇതൊരു മുസ്ലിമിന്റെ സ്ഥലമല്ലേ, എന്തിനാ ഇവിടെ നമ്മൾ കാണിക്കുന്നത് എന്ന് ചോദിച്ചു. അച്ഛനും കുട്ടിയോട് മെണ്ടന്റെ നാണ്യം കാണിച്ചു. ആ പെട്ടിയിൽ പൈസ ഉപയോഗിച്ചു. എന്നിട്ട് രണ്ടാമത് ബീച്ചിലേക്ക് നടന്നു. ഒരു 100 കൊല്ലം മുമ്പുള്ള ഒരു കഥ പറയുകയാണ്. അർത്ഥത്തിനിടയിൽ അച്ഛൻ മോനോട് പറഞ്ഞു, മോനെ, അവിടെ ഒരു വലിയ മനുഷ്യൻ കിടക്കുന്നുണ്ട്. വലിയ മനുഷ്യർക്കും മുസ്ലിമീങ്ങളുടേത് മാത്രമല്ല, അവർ എല്ലാവരുടേതും. ഒരു ദേശത്തിന്റെ കഥയിൽ ഏറ്റവും വെയിറ്റുള്ള വാക്കതാണ് ഞാൻ മനസ്സിലാവും. ഈ ഒരു ധാരണയിൽ ജീവിച്ച ആളുകൾ ഉണ്ടായിരുന്നു. കെ പി മാധവ മേനോൻ തിരുവനങ്ങാടി പള്ളിയുടെ ഉള്ളിൽ കയറി വന്നു. തിരുവനങ്ങാടി പള്ളിയുടെ ഉള്ളിൽ കയറി വന്നു. അലി മുസ്ലിയാരോട് കൂടെ തിരുവനങ്ങാടി പള്ളിയുടെ ഉള്ളിൽ നിന്ന് പ്രസംഗിച്ചു. ആരെ പ്രസംഗിപ്പിച്ചു? അലി മുസ്ലിയാർ. അന്ന് അലി മുസ്ലിയാരും മാധവ മേനോനും സമൂഹത്തിൽ ബഹുമാനികളായി. അന്ന് അകൽച്ചയുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട് എന്റെ പ്രധാന അധ്യാപകൻ ഫിലിപ്പ് നേരി എന്ന മനുഷ്യൻ വാക്കുകൾ കിട്ടാതെ വഴങ്ങിപ്പോയി? ഇവിടെയാണ് നാം വലിയ മനുഷ്യരെ പഠിക്കേണ്ടത്. അവർ മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്നു. അവർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അവരുടെ വിശ്വാസാചാരങ്ങളിലേക്ക് ജനമൊഴുകി വരുന്നു. ബാബക്കന്മാരാണ് ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയത്. അവരുടെ മുഖത്ത് പോലും സത്യവിശ്വാസത്തിന്റെ കിരണങ്ങളുണ്ടായി. അവരെ കണ്ടാൽ മറുത്തു പറയാൻ കഴിയും. വളരെ ഗൗരവമായി ചിന്തിക്കണം.
സമൂഹത്തിന്റെ അധ്വാനികളായിരുന്നു. അധ്വാനിച്ചത് മുഴുവൻ നന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി ഇവിടെ ഈ പാഠ്യശാലയിൽ കൂടിയിരുന്നു. തീരുമാനമെടുക്കാനായാൽ പാപങ്ങളും പൂക്കുവാറ്റങ്ങളും എക്കെ ഹാസ്യം പാഠ്യശാലയുടെ ഉള്ളിലെ മുറിയിലേക്ക് പോയിരുന്നു. ഏത് തീരുമാനങ്ങൾ കേരളത്തിലെ സുചിത്രമായ തീരുമാനങ്ങൾ ഈ പാഠ്യശാലയിൽ നടത്താൻ ഇതിലനുഭവിച്ചാലും വയസ്സന്മാർ എന്ത് ചെയ്തു ഇന്നും ഈ പാഠ്യശാലയിൽ പോയി പാപങ്ങളും പൂക്കുവാറ്റങ്ങളും എക്കെ ഹാസ്യം അടക്കമുള്ള നേതൃത്വം തീരുമാനമെടുക്കുന്ന വിഷയം വന്നാൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് ഈ മൂന്നാളുകൾ ഉള്ളിലെ മുറിയിലേക്ക് പോകും. നിങ്ങൾ എനിക്ക് ഞങ്ങൾ ഇപ്പോൾ അകത്ത് പോകും, പുതുവെടുക്കും. ഈ മൂന്ന് മഹാന്മാരും ഇലാഹായ അല്ലാഹുവിനോട് രണ്ടരക്കാറ്റ് നമസ്കരിച്ച് ദുആ ചെയ്യും. ഇങ്ങനെ ഇറങ്ങി വന്നവർ എന്നിട്ട് അവർ കണ്ടെത്തിയ ഒരു തീരുമാനം പ്രഖ്യാപിക്കും. അങ്ങനെയുള്ള തീരുമാനമല്ലാതെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് മുസ്ലിം രാഷ്ട്രീയത്തിന് ശോഷണം സംഭവിക്കുന്നു? മുസ്ലിം രാഷ്ട്രീയത്തിന്റെ ശോഷണം സംഭവിച്ചതിന്റെ അടിസ്ഥാനം മറ്റൊന്നുമല്ല, അടിസ്ഥാനം ധാർമ്മികപരമായി ജനങ്ങൾ പുറകോട്ട് പോയിരിക്കുന്നു. പാപക്കന്മാർ നാട്ടിലില്ലാതായിരിക്കുന്നു. അതൊരു പാപക്കയൊന്നുമല്ല, ഗ്രാമങ്ങളിൽ മുഴുവൻ പാപക്കന്മാരുണ്ടായിരുന്നു. അവർ സ്വാർത്ഥരായിരുന്നു, അവർ അല്ലാഹുവിനെ പേടിച്ചിരുന്നു. കോഴിക്കോട് ജില്ലയിൽ കൊല്ലത്തെ ക്രിസ്ത്യാനികളായ ചില സഹോദരങ്ങളുമായി അടിപൊളി ഉണ്ടായിട്ട് ഒരു മുസ്ലിം വധിക്കപ്പെട്ടു. ഒരു മുസ്ലിം വധിക്കപ്പെട്ടു. ആ പ്രദേശത്തുകാർ നേരെ പാപക്കത്തങ്ങളുടെ അരികിൽ വന്നു. ഒരു മുസ്ലിം കൊല്ലപ്പെട്ടിട്ടുണ്ട്, പോലീസ് കേസെടുത്തിട്ടില്ല, പരിഹാരം ഉണ്ടാക്കണം എന്ന് പാപക്കത്തങ്ങൾ ഒരു വിഷമവുമായി പോലീസ് കേസെടുത്തില്ലെന്നും പരിസരത്തുള്ള വിളിച്ചു പറയാവുന്ന പോലീസുകാർക്ക് വിളിക്കാൻ നോക്കി. പെട്ടെന്ന് ട്രങ്കോൾ ബുക്ക് ചെയ്തത് കിട്ടിയില്ല. ഇരിക്കുന്നത് ചോദിച്ചു, ക്രിസ്ത്യാനികൾ അവനെ അടിച്ചു കൊല്ലാൻ എങ്ങനെ കാര്യം സംഭവിച്ചത്? അപ്പോൾ പറഞ്ഞു, അവർ വൈകുന്നേരമായാൽ കള്ളു കുടിക്കാൻ അവരെ കൂട്ടത്തിൽ പോകും. അന്ന് കള്ളു കുടിച്ച് അടിപൊളി ഉണ്ടായി. ആ അടിപൊളി മരണത്തിൽ കലാശിച്ചു. തങ്ങൾ അവിടെ എണീറ്റ് നിന്നിട്ട് അവിടെ വന്ന ആളുകളോട് പറഞ്ഞിട്ട് സാക്ഷികളോട് പറഞ്ഞു, ഡോക്ടറിൽ പങ്കെടുത്ത ആളുകളിൽ നിന്ന് നിങ്ങൾ കുറച്ചു നേരം കൂടി ഇരുന്നാൽ ചെറിയ അരിയുടെ കഞ്ഞിയും നല്ല തേങ്ങ അരച്ച ചമ്മന്തിയും കിട്ടും, അത് കുടിക്കാം. പുറത്തിറങ്ങി നിന്നാൽ കൊയിലാണ്ടിയുടെ ബസ്സിൽ കിട്ടും, വടക്കോട്ടോ തെക്കോട്ടോ കയറി പോവാം. ഇത് പറയാൻ വേണ്ടി മേലാൽ ചിന്തി അവർക്കുണ്ടായിരുന്നില്ല. അവിടുത്തെ കാലിൽ സദാസമയവും 3 കഷ്ണം തുണിയും ഒരു മുസാഫും ഉണ്ടായിരുന്നു. സംഭവിച്ചു പോയത് ധർമ്മം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. എണീറ്റ് നിൽക്കാൻ നാളില്ല. മക്കക്കാരായിരുന്നു. പിന്നെ അവർ പിന്നെ മദ്യം കാണുന്നിടത്ത് നോടാൻ തുടങ്ങി. എന്തുകൊണ്ട്? അവർക്കൊരു നേതാവുണ്ടായി, മുഹമ്മദ്. ഭൂമികണ്ട ഏറ്റവും വലിയ പലിശക്കാരായിരുന്നു ആളുകൾ. എന്തുകൊണ്ട്? അവർക്കൊരു നേതാവുണ്ടായി, മുഹമ്മദ്. ആ നേതാവിന്റെ നഷ്ടം ആണ് ലോകത്തിൽ സംഭവിച്ചിട്ടുണ്ട്. പാപക്കയെ പറ്റി പറഞ്ഞപ്പോൾ ഇന്നലെ രാത്രിയും പൊട്ടിക്കറിയുന്ന ഗ്രാമീണരെ കണ്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇന്നുള്ള നിങ്ങളുടെ ഈ തമ്മാടെ പ്രസംഗത്തിന് വേണ്ടിയല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞത്. ഇന്നലെ രാത്രി പാപക്കയെ കുറിച്ച് പറഞ്ഞപ്പോൾ പൊട്ടിക്കറിഞ്ഞ ഗ്രാമീണരെ കണ്ടിരിക്കുന്നു. ഇന്നലെ
അവരൊക്കെ മഴമുകളിൽ വിളക്കുവെച്ച പർവ്വതങ്ങളെ പോലെയായിരുന്നു, മുകളിൽ വിളക്കുവെച്ച പർവ്വതങ്ങളെ പോലെയായിരുന്നു. ആ വെളിച്ചം ഇവിടെ എല്ലാവർക്കും കിട്ടി. കേരളം കണ്ട ഏറ്റവും സുസ്ഥിരമായ ഭരണങ്ങളിൽ ഒന്ന് അച്യുതമേനോന്റേതാണ്. കേരളത്തിലെ പ്രഗത്ഭനായ മുഖ്യമന്ത്രി അച്യുതമേനോൻ അല്ലേ? ആരാ സമ്മതിക്കാത്തത്? വിളിച്ചുകൊണ്ടുവന്നു. ഒരു പ്രത്യേക സാഹചര്യത്തില, ഒരു ചരിത്രത്തിലെ പ്രത്യേക സാഹചര്യത്തില ഓർക്കാൻ പുറത്താണ് സഖാവ് അച്യുതമേനോൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ ഡൽഹിയിൽ വിളിച്ചു വന്നു. തിരുവനന്തപുരത്ത് വണ്ടി ഇറങ്ങിയപ്പോൾ പത്രക്കാർ വിളിച്ചു. എന്തിനെ വന്നു? എന്താ പറഞ്ഞത്? എന്നോട് ചോദിക്കേണ്ട, വീരാണ്ടിയിൽ ഒരാളുണ്ട്, അദ്ദേഹത്തോട് ചോദിക്കും. ബാപ്പയെ വിളിച്ചിട്ടാണ് പറഞ്ഞത്, ബാപ്പയോട് ചോദിക്കും. ബാപ്പയെ വിളിച്ചിട്ട് ഞാൻ വന്നു എന്ന് പറഞ്ഞു സ്റ്റേജിൽ. അവിളിച്ചമായുള്ള നേതൃത്വം കേരളത്തിലെ സകല മനുഷ്യർക്കുമാണ്. ആ മനുഷ്യൻ പിതാവായിരുന്നു. വണ്ടി കേടായി പോയി ഒരു സംഘം ആളുകൾ ഗുരുവായൂരിലേക്ക് പോകുന്നു. തങ്ങൾ യാത്ര കഴിഞ്ഞ് മടങ്ങി വരുന്നു. യാത്ര ഒടുവിൽ ഒരിടത്ത് വിശന്നരായ ഹൈവേയിൽ നിൽക്കുന്ന ചെറുപ്പക്കാർ ഹൈന്ദവ സഹോദരങ്ങളെ കാണും. എന്ത് പറ്റി? യാത്രക്കടയിൽ വണ്ടി കേടായി, യാത്ര മുടങ്ങി, വണ്ടി കേടായി. തന്റെ വണ്ടി അവർ കൊടുത്തു. എങ്ങോട്ട്? ഗുരുവായൂരിലേക്ക്. ഗുരുവായൂരിലേക്ക് പോകാൻ സ്വന്തം വണ്ടി ഹൈന്ദവ സഹോദരന്മാരെ ഏൽപ്പിച്ച മഹാനായ ശ്രീമാതാപത്തെ ഈ ഒരു മനുഷ്യന് വേണ്ടി എങ്ങനെ ലോകം കേടായിരിക്കും? ആ മനുഷ്യന്റെ മരണത്തിന് വേണ്ടി എങ്ങനെ മനുഷ്യൻ കരയാതിരിക്കും? എന്തുകൊണ്ടാണ് ഒരു മരണമുണ്ടായി? വൈകോടിയിൽ കലാപമുണ്ടായില്ല. വയ്യോടിയിൽ കലാപമുണ്ടായി. പുരുഷന്മാർ മുഴുവൻ നാടുവിട്ടു. പെണ്ണുങ്ങൾ പോലും കബന്ധങ്ങളാൽ കഴുതെയ്യപ്പെട്ടു. എന്തൊക്കെയുണ്ട്? ആചാരിക്കുന്നു. സയ്യിദ് റഹ്മാൻ ബാബക്ക് തങ്ങൾ ധീരനായ ഒരു ചെറുപ്പക്കാരെയും കൂടെ കുട്ടിയാതെ മരണത്തിന്റെ മുന്നിൽ എന്നിട്ട് ജീവിച്ചു മടങ്ങി. അവിടെ ഒരു ജീവിതമുണ്ടാക്കി. എന്തേ? യഥാർത്ഥ കാരണം കണ്ടെത്താൻ രാഷ്ട്രീയ നേതാക്കളും സാമൂഹിക നേതാക്കളും മത നേതാക്കളും തയ്യാറാണ്. കാരണങ്ങളെ കണ്ടെത്തണം. കാരണം അസുഖകരമാണ്. അത് ചിന്തിക്കാനും പറയാനും ആർക്കും ഇഷ്ടമുണ്ടാവില്ല. എന്തുകൊണ്ട് സമൂഹത്തിൽ നാശമുണ്ടായി? എന്തുകൊണ്ട് മാറാനുണ്ടായി? എന്തുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വരെ ശോഷണങ്ങൾ സംഭവിച്ചു? മതസംഘടനകൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത് കൊണ്ട് അവരുടെ ശോഷണം അവർ മനസ്സിലാക്കുകയില്ല എന്ന് മാത്രം. എന്തുകൊണ്ട് മതസംഘടനകൾക്ക് ശോഷണം സംഭവിച്ചിട്ടില്ല എന്ന് പറയണ്ട. അവരുടെയൊക്കെ വില അറിയണമെങ്കിൽ അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാറുണ്ടല്ലോ ചില ആള്. എന്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന ആളുകളെ കുറിച്ച് ജനങ്ങൾക്ക് വിശ്വാസം കുറഞ്ഞുകൊണ്ടിരിക്കും? ഇതാ മുഹമ്മദ് നബിയെ കൊലപ്പെടുത്താൻ സ്വഹാബികൾ അദ്ദേഹത്തെ പിടിച്ചു. 3 ദിവസം മദീന പള്ളിയിൽ വെച്ചു. ഒന്നും ചെയ്തില്ല. 3-ാം ദിവസം അദ്ദേഹത്തെ വിട്ടു. നേതാവിനെ കൊല്ലാൻ രാഷ്ട്രനേതാവ്, മതനേതാവ്, പ്രവാചകനെ കൊല്ലാൻ എന്നാണ് ഉടനെ കൊല ചെയ്യപ്പെടണമല്ലോ. അതാണല്ലോ ലോകത്തിലെയും. ഒന്നും ചെയ്തില്ല. വെറുതെ വിട്ടു. പോയിക്കോളൂ, നിങ്ങൾ പോയിക്കോളൂ. തുമാമ പോയി. തുമാമ ഈ 3 ദിവസം മദീന പള്ളിയിൽ ഇരുന്ന് മുഹമ്മദ് നബിയെ പഠിക്കുകയായിരുന്നു. പോയിക്കോളൂ. പോയില്ല. പൊട്ടിയമില്ല. ഇനി ഞാൻ പോകില്ല, ഇനി ഞാൻ പോകില്ല എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെത്തിയേക്കാളും അങ്ങനെ ഞാൻ സ്നേഹിക്കുന്നുവെന്ന് പറഞ്ഞു മുഹമ്മദ് നബിയോട്. ത്യാഗത്തിന് തയ്യാറാവുന്ന വ്യക്തികളൊന്നും സമൂഹത്തിൽ നടക്കാൻ കഴിയില്ല. ത്യാഗികൾക്കല്ലാതെ സമൂഹത്തിൽ നടക്കാൻ കഴിയില്ല. സമൂഹത്തിൽ നന്മ വിലക്കണമെന്ന് എല്ലാവരും കൊതിക്കുന്നു. വിലക്കണമെങ്കിൽ കൂട്ടണ്ടേ? എങ്ങനെ കൂട്ടാതെ വിലക്കാൻ കഴിയും? വിലക്കുക എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ നേരത്തിൽ പ്രവർത്തനമാണ്. എന്നാൽ കടകളെടുത്ത് കൂട്ടുന്നതോ ഒരാഴ്ചയോ 4 ആഴ്ചയോ കൂട്ടിയാൽ ആ കൂട്ടിയ കാലങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ യന്ത്രം കൊണ്ട് ഒരാഴ്ചയോ 2 ആഴ്ചയോ കൂട്ടിയ സ്ഥലത്ത് 1 മണിക്കൂർ കൊണ്ട് വിട്ടറിയാൻ കഴിയും. കൂട്ടുകാരുടെ ശ്രമകരമാണ്.
ഊട്ടാൻ ആരും ഇല്ല. ഊട്ടണമെങ്കിൽ ചളിയാണ്. ഈ കുപ്പായങ്ങളാണ്. എന്റെ കുട്ടിക്കാലത്ത് ഇത്രയൊന്നും വെള്ളക്കുപ്പായങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എല്ലാവരും തിന്മയെ ലാമിനേഷൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. വൃത്തികേട് ലാമിനേഷൻ ചെയ്യുന്ന മഹാന്മാരാണ് ഇന്ന് ലോകത്ത് ജീവിക്കുന്ന വലിയ സമൂഹമാണ്. പറയേണ്ടി വന്നത് എനിക്ക് ദുഃഖമുണ്ട്. എങ്കിലും എന്റെ ഓരോ പ്രസംഗവും ഒരുപക്ഷെ അവസാനത്തെ പ്രസംഗമാകാം എന്ന് ചിന്തിച്ചു പ്രസംഗിക്കുന്ന ഒരാളാണ്. അതിൽ തപസ് പോലെ ഞാൻ ചെയ്യുകയാണ്. ഇതൊരു നിയോഗം പോലെ എന്റെ തലയിൽ വീണതാണ്. ഞാൻ ഇതിന് തുല്യമില്ല. അയാളാണ് കേരളത്തിൽ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ ആ മനുഷ്യനെ കണ്ടിട്ടില്ല, കാണേണ്ടതുമില്ല. ഞങ്ങൾ തമ്മിൽ വലിയ ബന്ധത്തില്ല. എനിക്ക് വാർത്തകളെ കാണേണ്ടതുമില്ല, ഞാൻ കണ്ടിട്ടുമില്ല. എന്നാൽ എന്റെ നാവ് ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും പറഞ്ഞ വാക്ക് ഞാൻ ആ മനുഷ്യന് വേണ്ടി രാവും പകരം കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. എനിക്കും എന്റെ നാട്ടിലും ബാപ്പൊക്കെ നഷ്ടപ്പെട്ടല്ലോ. ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിലകൊടുത്തിട്ട് ഞാൻ ബാപ്പത്തെ ഓർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് പറയാൻ എനിക്ക് ആളുകളെ, അതുകൊണ്ട് ഞാൻ ഓർമ്മ ഒരു വിശ്വാസികളെ സമൂഹമേ നമ്മൾ ചിന്തിക്കണം. നമുക്കെല്ലാം ബാധ്യതയുണ്ട്. നാട്ടിൽ നന്മയുണ്ടാകണം. ഭീകരവാദം വളരെല്ലാവരും ഭീകരവാദികളായിരുന്നില്ല. അവർ പ്രതിനിധാനം ചെയ്ത സത്യം എല്ലാവർക്കും ഉന്നതമായി തോന്നിയിരുന്നു. അവരെ മുഖത്തിന്റെ വെളിച്ചം പോലെ അവരെ മനസ്സും സമുന്നതമായിരുന്നു. അല്ലെങ്കിലും മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം എന്ന് പറയും. ആ പ്രക്ഷോഭിതമായ മുഖം പോലെ ആ മനസ്സ് കണ്ണാടിയായിരുന്നു. അതുകൊണ്ട് നന്മയിലേക്ക് നമ്മൾ മടങ്ങിപ്പോകും. നമ്മൾ ഓരോരുത്തരും അതിന് തയ്യാറാകണം. ഇതാ ജീവിക്കുന്ന സമൂഹത്തോട് എനിക്ക് ബാധ്യതയുണ്ട്. ഈ റഹ്മത്തുള്ള അല്ലാഹുവാണ്. അതുകൊണ്ട് ഈ സമൂഹത്തോടേക്ക് ബാധ്യതയുണ്ട്. നല്ലതാണ്. നല്ല മനുഷ്യരെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളിലും ധാരാളം നല്ല മനുഷ്യരുണ്ടായിരുന്നു. എങ്ങോ മർത്യനോ ചങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ നന്ദിയിടുകയാ. എങ്ങോ മർത്യനം അമിത പ്രഹരം വീഴുവതിന്റെ പുറത്താവും. മാതൃഭൂമിയുടെ ചീഫ് എഡിറ്ററാണ് ആര്? നമ്മുടെ സ്വന്തം NV കൃഷ്ണവാര്യർ. എന്നാണ് എഴുതിയത്? പലസ്തീൻ പോയി കണ്ടു മടങ്ങി വന്നു. അതിനേക്കാൾ അഭിശപ്തമാണല്ലോ ഇന്ന് പലസ്തീൻ. എന്തുകൊണ്ട് മാതൃഭൂമിയിൽ അങ്ങനെ ഒരാൾ എഴുതിയില്ല? പത്രങ്ങൾ വീണ്ടും അച്ചുനിരത്തി വരുന്നു. പക്ഷേ ഒരു NV ഇപ്പോൾ കോഴിക്കോട്ട്. നിങ്ങൾ പറയൂ, ഒരു NV ഇപ്പോൾ കോഴിക്കോട്ട്. എങ്ങോ മർത്യനോ ചങ്ങല കൈകളിൽ അങ്ങനെ കൈകൾ നന്ദിയിടുകയാ. എങ്ങോ മർത്യനം അമിത പ്രഹരം വീഴുവതിന്റെ പുറത്താവും. മുസ്ലിമിന്റെ പുറത്ത് അടി കിട്ടുന്നത് കണ്ടു വന്നപ്പോൾ സഹിച്ചില്ല ആ സാധനം. NV കൃഷ്ണവാര്യർക്ക് അതൊക്കെ വലിയ മനുഷ്യർ. ഒരു മനുഷ്യൻ സമൂഹം എന്ന് ചിന്തിച്ചു വരും. അങ്ങനെയുള്ള ആളുകളുണ്ടോ നമുക്ക് ലോകത്തെ മാറ്റാൻ കഴിയും. അപ്പോൾ ലോകം മാറും. വ്യാവസായിക സമൂഹമായി പോകരുത്. എന്തിനും ലാഭമാകണം എന്ന് പഠിക്കരുത്. യൂറോപ്പിനെ പിൻപറ്റരുത്. യൂറോപ്പിലെ കച്ചവടത്തിനുള്ളവരാണ്. യൂറോപ്പിൽ നിന്ന് ഒന്നും നേടാനില്ല. യൂറോപ്പ് ചൂഷണത്തിന്റെയും മതനിരാസത്തിന്റെയും ലോകമാണ്. അതിനെതിരെയാണ് ബാപ്പത്തെ അടരാടിയത്. യൂറോപ്പിൽ ഒന്ന് മതനിരാസവും ഒന്ന് ചൂഷണവുമാണ്. യൂറോപ്പിനൊന്നും ഇല്ല. 4 വേദഗ്രന്ഥവും ഏഷ്യയിലാണ്, യൂറോപ്പിലാണ്. എല്ലാം പ്രവാചകന്മാരിൽ 90% പ്രവാചകന്മാർ ഏഷ്യയിലാണ്. മാനവ സംസ്കാരത്തിന്റെ സംഗമഭൂമി ഏഷ്യ. യൂറോപ്യന്മാരെ നമുക്കൊന്നും പഠിക്കാനില്ല. അവരുടെ രീതി മോശമാണ്. ഈ വിശ്വാസത്തിന്റെ സത്യത്തിൽ എണീക്കുന്ന ആളാണ് സയ്യിദ് റഹ്മാൻ ബാപ്പ. ആ മനുഷ്യന്റെ പ്രത്യേകത പുതുനാമ്പുകൾ വളർത്തിക്കൊണ്ടുവരുന്നു. കേരളത്തിൽ മതസംഘടനകളിലാകട്ടെ രാഷ്ട്രീയ സംഘടനകളിലാകട്ടെ അടുത്ത കാലഘട്ടത്തിൽ പ്രതിഭകൾ വളർന്നിട്ടില്ല എന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. എന്തുകൊണ്ടുണ്ടായില്ല? വർത്തമാന കാലഘട്ടത്തിൽ നേതൃദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് പിന്നീട് ഒരു സീരിയസ് ഉണ്ടായില്ല? ഇത് വളരെ
എന്റെ വിദ്യാഭ്യാസത്തിന് ഇത്രയൊന്നും സൗകര്യമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ പ്രതിഭകൾ ഉണ്ടാവില്ല. ഇന്ന് പ്രതിഭകൾ ഉണ്ടാവുകയില്ല. എന്തുകൊണ്ട്? പുതുനാമ്പുകൾ വളർന്നു വരുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല. ഡാൻസ് മരിച്ചുപോയാലും തന്റെ കസേര അവിടെ ബാക്കിയായി കിടക്കണമെന്ന് മനുഷ്യർ കുറിച്ചുകൊണ്ടിരിക്കും. എല്ലാവരെയും ഇന്നിവിടെ സമൂഹത്തിന്റെ മേൽത്തട്ടിൽ നിൽക്കുന്ന എല്ലാവരെയും ആ മനുഷ്യൻ കൈപിടിച്ചുയർത്തിയതായി. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയ നേതാക്കളെ നാം പഠിക്കണം. അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ലോകത്തിന്റെ മുന്നിൽ എപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുണ്ടാകണം. അവർ ജീവിക്കുന്ന സമൂഹം നന്മയിൽ അധിഷ്ഠിതമായിരിക്കും. അവരെല്ലാവരും ആഗ്രഹിക്കും, എല്ലാവരും സ്നേഹിക്കും. ഹിന്ദു മുസ്ലിം തമ്മിൽ പിന്നെ കുഴപ്പങ്ങൾ ഉണ്ടാവില്ല. അവരെല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കും, എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കും. എല്ലാവരും അവരെ ചെവിക്കൊള്ളുകയും എല്ലാവരും അവരുടെ വാക്കിനെ സ്വീകരിക്കുകയും ചെയ്യും. സദാസമയം തലയിൽ കെട്ടി നടന്നിരുന്നവരാ. ഒരു പഴഞ്ചനായ മുസ്ലിയാരുടെ രീതി നിരുവാൻ കുപ്പായം കോളർ പോലും ഇങ്ങനെ, കുപ്പായ കോളർ പോലും പഴഞ്ചൻ ഇങ്ങനെയില്ല. പാപക്കഥങ്ങളുടെ മക്കൾ ഇങ്ങനെ കോളർ ഉപയോഗിക്കുന്നത് പാപക്കഥകൾക്ക് കുപ്പായം ഇങ്ങനെ കോളർ ഉപയോഗിക്കും. പഴഞ്ചൻ കോളർ, നീളം കുപ്പായം, തലയെക്കെട്ട്, അതിന്റെ മുകളിൽ കൊടുത്തുകൊണ്ട് നാനി പഴഞ്ചൻ. ഈ മനുഷ്യനാണ് കേരളീയ നവോത്ഥാനത്തിന്റെ മുന്നിൽ നടന്നു നിന്നാൽ ആ മനുഷ്യനെ എന്തുകൊണ്ടായിരിക്കും മനുഷ്യർ സ്വീകരിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനാൽ കാരണം ആ മനുഷ്യന്റെ സത്യമാകുന്നു, ആ മനുഷ്യന്റെ ആത്മബോധമാകുന്നു, ആ മനുഷ്യന്റെ പുണ്യനബി പറഞ്ഞു, പുണ്യനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, യഹ്ദിമുൽ ഇസ്ലാമ സലാസ, മൂന്ന് കാര്യം ഇസ്ലാമിനെ പൊളിച്ചു കളയും. ഒന്ന് സല്ലത്തുൽ ആലിം, പണ്ഡിതന്മാർ ഉത്തരവാദിത്തത്തിൽ നിന്ന് സുപ്രഭോട്ട് പോവുക. പണ്ഡിതന്മാർ കേവലം അധികാരികളെയും രാഷ്ട്രീയക്കാരെയും സൂചിപ്പിക്കാൻ വേണ്ടി മാത്രം നടക്കുക. ഇത് സമൂഹത്തെ നശിപ്പിക്കും. ഒന്ന് സല്ലത്തുൽ ആലിം, ആലിം ഉത്തരവാദിത്തത്തിൽ നിന്ന് പുറകോട്ട് പോവുക. ലോകത്തെ ഏറ്റവും പരിശ്രമം നേടേണ്ടവരാകുന്നു. എന്തുകൊണ്ട്? അവരുടെ മുൻഗാമികളായ പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ പരിശ്രമം നേരിട്ടവരാകുന്നു. അവർ സുഖലോലുപരാകരുത്. അവർ സുഖലോലുപമായ സൊസൈറ്റിക്ക് എനിക്ക് നിൽക്കാൻ കഴിയില്ല. പണ്ഡിതന്മാരും സൈനികന്മാരും സുഖലോലുപന്മാരായ അവർ നാട്ടിലെ കൊള്ളരാജാക്കന്മാരും കള്ളക്കടത്തുകാരും ഭരിക്കാൻ തുടങ്ങിയാൽ ആ സമൂഹത്തിൽ പരാജയം ഉണ്ടാവും. യാതൊരു സംശയവും. പണ്ഡിതന്മാരെയും സൈനികന്മാരെയും ഒരിക്കലും കൊള്ളരാജാക്കന്മാരും കള്ളക്കടത്തുകാരും ഭരിക്കാൻ പാടില്ല. അവർ സുഖലോലുപരാകരുത്. പുണ്യനബിയോട് ചോദിക്കപ്പെട്ടു, ലോകത്തെ ഏറ്റവും കൂടുതൽ പരീക്ഷണ വിധേയരായവർ ആരാണെന്ന് മുഹമ്മദ് നബി ഞങ്ങൾ പറയുന്നില്ല. ആരാണ് ലോകത്തെ ഏറ്റവും പരീക്ഷണ വിധേയരായ ആളുകൾ എന്ന് ചോദിച്ചു. മുഹമ്മദ് നബി പറഞ്ഞു, പ്രവാചകന്മാരാവും. ഈ പ്രവാചകന്മാരിലാണ് ഈ രണ്ട് വിഭാഗത്തിന്റെയും പേര്, പണ്ഡിതന്മാരുടെയും സൈനികന്മാരുടെയും പേര് പ്രവാചകന്മാരോ. പ്രവാചകന്മാർ കഷ്ടപ്പെട്ട് ജീവിച്ചവർ, അവർ ത്യാഗികളാണ്. പുണ്യനബിയുടെ വീട്ടിലേക്ക് കയറി വന്നു ആ വീട്ടിൽ അന്നൊന്നും ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല എന്ന് തോന്നി. അങ്ങോട്ട് നേരെ അകത്തേക്ക് കയറി പരിശോധിച്ചപ്പോൾ പഴയ റൊട്ടി, ഉണക്ക റൊട്ടി. അതുകൊണ്ട് വന്ന സീനാകുമാർ പുണ്യപ്രവാചകനെ മുന്നിൽ പൊട്ടിക്കാൻ എന്തിനാ കഴിയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇസ്രായേലിന്റെയും കൈസറിന്റെയും കൊട്ടാരത്തിൽ ഞാൻ പോയിരുന്നു. അവരൊക്കെ സുഖലോലുപരായി ജീവിക്കുന്നു. അവിടെ തിന്നും കുടിച്ചും മതിച്ചും ജീവിക്കുന്നു. രാവും പകലും പട്ടിണി കിടക്കുന്നു. അത് കണ്ട് കഴിഞ്ഞതാണല്ലോ. അപ്പോൾ പുണ്യനബി സമാധാനിച്ചു. ആ വീട്ടിൽ പുണ്യനബിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. പുണ്യനബി പറഞ്ഞു, ഇതാണ് പ്രവാചകന്മാർ. ഈ പ്രവാചകന്മാരിലേക്ക് നീങ്ങുന്നതാണ് സത്യത്തിൽ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും സീതന്മാരുടെയും പേര്. ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകണം എന്നീ പറഞ്ഞ കണക്കല്ല, പക്ഷേ ത്യാഗം പ്രധാനമാണ്. അത്യാഗത്തിൽ നിന്നാണ് പാപത്തെ ഉണ്ടായത്.
വിശുദ്ധിയിൽ നിന്നാണ് ബാപ്പക്കയുണ്ടായത്. എന്തുകൊണ്ടാണ് ബാപ്പക്കയുടെ കാലിൽ സദാസമയവും ഒരു മുസാഹഫും 3 കഷ്ണം തുണിയും ഉണ്ടായിരുന്നത്? മരിക്കാൻ എപ്പോഴും തയ്യാറാണ്. ഒരാളെ കാണാൻ അള്ളാഹ് കൊടിയുണ്ടെങ്കിൽ അയാളെ കാണാൻ, ഒരാൾക്ക് അള്ളാഹെ കാണാൻ കൊടിയുണ്ടെങ്കിൽ അള്ളാഹുവിന് അയാളെ കാണാൻ അള്ളാഹും കൊടിയുണ്ടാകും. മുഹമ്മദ് നബി എന്തിനാ മരിക്കാൻ കേട്ടാൽ ഓരോ കേടും നമ്മളെ ചില ആളുകൾ ബാബയ്ക്ക് സദാസമയം ഒരുങ്ങി നടക്കാൻ മരിക്കാൻ 3 കഷ്ണം തുണിയും ഒരു മുസാഫും സദാസമയം അവിടുത്തെ ചരിത്രം രേഖപ്പെടുത്തി തയ്യാർ. പ്രധാനപ്പെട്ട യാത്രകളിലൊക്കെ ഉടക്കരുത്, മരിക്കണ്ടില്ല. എപ്പോഴും ഒഴിവ് കിട്ടിയാൽ ഖുർആനോട് ആ വലിയ മനുഷ്യരുടെ വെളിച്ചം നാട്ടിൽ മുഴുവൻ വെളിച്ചമായിരിക്കുന്നു. അവർക്ക് ഈ ലോകം നശ്വരമായ പാഠശാലയും പരീക്ഷണശാലയും മാത്രമായിരുന്നു. ഒരു അല്ലാഹുവിന് വേണ്ടി ജീവിച്ചിരുന്നു. അവരാരിൽ നിന്നും ഒന്നും പറ്റിയിരുന്നില്ല. അവർ ശുദ്ധമായ ജീവിതം നയിച്ചു, ഒരു സമർപ്പണം ചെയ്തു. യാത്ര പോയി, പനമരത്തേക്ക് യാത്ര പോയി. പനമരത്തൊരു സമ്മേളനം ഉണ്ടായിരുന്നു. വണ്ടിയിൽ യാത്ര പോയി. ചുരമെത്തിയപ്പോൾ വണ്ടി കേടായിപ്പോയി. മടങ്ങാനൊക്കെ തീരുമാനിക്കാമായിരുന്നു. കണ്ട ഒരു ലോറിക്ക്, ഒരു ലോഡ് കൊണ്ടുവന്ന ലോറിക്ക് കൈ കാണിച്ചു. ആ ലോറി കയറിപ്പോയി സയ്യിദ് റഹ്മാൻ ബാഫഖ്. അന്ന് ലോറിയിൽ പോയി യാത്ര ചെയ്ത സയ്യിദ് റഹ്മാൻ ബാഫഖയുടെ പേരിൽ ഒരു ഗ്രന്ഥം ഞാൻ കഴിഞ്ഞ വർഷം ബഹ്റൈനിൽ കണ്ടു. ഞാൻ ബഹ്റൈനിൽ പ്രഭാഷണത്തിൽ പോയപ്പോൾ ബാഫഖയെ കുറിച്ച് വിശദമായി പറഞ്ഞു. അത് കേൾക്കാൻ അവിടുത്തെ പ്രഗത്ഭനായ ഒരു ശൈഖിന് അത് വളരെ ഇഷ്ടപ്പെട്ടു. പിറ്റേന്ന് രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എന്നെ വിരുന്നിന് ക്ഷണിച്ചു. ഞാൻ ആ വീട്ടിൽ വിരുന്നിന് പോയി. വിരുന്നിൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ വിരുന്നിന് ക്ഷണിച്ചതല്ല, ഒരു ഗ്രന്ഥം കാണിക്കാൻ വേണ്ടി ക്ഷണിച്ചതാണെന്ന് പറഞ്ഞു. ആ ഗ്രന്ഥം എടുത്തുകൊണ്ടെന്ന് കാണിച്ചു. അശ്ശജറത്തുൽ ത്വയ്യിബ. എന്നിട്ട് ആ ഒരു തടിച്ച ഒരു ഗ്രന്ഥം 20-ാം നൂറ്റാണ്ടിൽ ലോകത്തെ മനുഷ്യനന്മക്ക് സേവനം ചെയ്ത നിസ്തുല്യരായ സാദാത്യങ്ങളെ കഥ പറയുന്ന ഒരു ഗ്രന്ഥം അശ്ശജറത്തുൽ ത്വയ്യിബ. ആ ഗ്രന്ഥത്തിന്റെ മധ്യഭാഗത്തെ ഒരു പേജ് എടുത്തുകൊണ്ടുവന്ന് കാണിച്ച് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, ഇതല്ലേ നിങ്ങൾ ഇന്നലെ പറഞ്ഞ ആൾ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി അൽ കലികുത്തി എന്ന് എഴുതി. കലികുത്തി എന്നാൽ നമ്മുടെ കോഴിക്കോട്. അന്ന് ലോറിക്കൽ പോയ മനുഷ്യന്റെ പേരിൽ ഒരു ഗ്രന്ഥം അശ്ശജറത്തുൽ ത്വയ്യിബ. ഇതാണ് വലിയ മനുഷ്യർ. അവർ ജീവിക്കുമ്പോൾ അവർ വലിയവരൊന്നും ആയി തോന്നിയില്ല. പക്ഷേ പിന്നീട് അവർ കസ്തൂരിയെ പോലെ ലോകത്ത് മുഴുവൻ അവർ വ്യാപിക്കും. 2 വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സമൂഹത്തിനെ ഈ പ്രതിസന്ധിയുള്ള സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ത്യാഗികളാകാൻ തയ്യാറാണ്. നമ്മളെല്ലാം ദരിദ്രരാകണമെന്ന് എനിക്ക് പറഞ്ഞാർക്കില്ല. വിശുദ്ധമായ ജീവിതം, സത്യമായ സന്ദേശം, മുഹമ്മദ് നബിയുടെ സമുദായത്തിന്റെ കീഴിൽ വിശുദ്ധ ഖുർആൻ ഉണ്ട്. അതുമായി ബന്ധപ്പെടണം. ആ വിശുദ്ധ ഖുർആൻ അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലന്നൂർ. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തേക്ക് വരാൻ ഒരേ ഒരു മാർഗം വിശുദ്ധ ഖുർആൻ. ബാപ്പക്കയാക്കിയത് ഖുർആനാണ്. ത്യാഗസുരഭിതമായ ഒരു ജീവിതത്തിന് വേണ്ടി സമർപ്പിച്ചത് ഖുർആനാണ്. അതിനുവേണ്ടി ആ മനുഷ്യനെ തയ്യാറെടുപ്പിച്ചത് ഖുർആൻ. വിശുദ്ധമായ ജീവിതം ആർക്കും പറയാനില്ല. ആ സമ്മാനമാണ് ആ മനുഷ്യന് മഹതിയായ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ സമാപിച്ചത്. റളിയല്ലാഹു അൻഹാ. ആരാ ഖദീജ ബീവി? ഇതിനപ്പുറം കേരളീയരെ നിങ്ങൾക്കും എനിക്കും അഭിമാനിക്കാൻ എന്തുവേണം? അതാ സമ്മാനം. നല്ല ജീവിതത്തിന് നല്ല സമ്മാനം ആരുണ്ടല്ലേ? അല്ലാഹു നൽകി. അബ്ദഅതുൻ സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന. സ്വർഗ്ഗീയ വനിതകളിൽ ഏറ്റവും നേതൃസ്ഥാനത്തുള്ളത് 4 വനിതകളാണ്. ഒന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്. ആരായ ഖദീജ റളിയല്ലാഹു മണിയാക്കി നുബുവത്ത് പ്രവാചകത്വം ലഭിച്ച് ഭയപ്പെട്ട് ഓടി വന്ന പുണ്യനബിയെ സമാധാനിപ്പിച്ച ഭാര്യയാണ് ഖദീജ ബിൻത് ഖുവൈലിദ്. അങ്ങോട്ട് സമാധാനിപ്പിച്ച പുണ്യനബിയുടെ ജീവിതത്തിന്റെ നല്ല പാട്. ആ കാലിന്റെ ചുവട്ടിൽ പോയി ഫാത്തിമ ബീവിക്ക് പോലും സ്വർഗം. അതായത് ഈ തങ്ങന്മാരുടെ ഉമ്മാന്റെ പോലും സ്വർഗം ആ കാലിന്റെ ചുവട്ടിലാണ്. അക്കാലിന്റെ ചുവട്ടിൽ ഇറങ്ങി ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫഖ് തങ്ങൾ ഖദീജ ബീവിയുടെ കാലിന്റെ ചുവട്ടിൽ
تلك الدار الآخرة نجعلها للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. നല്ലവർക്ക് നല്ല മരണം ഉണ്ടാവും. അതിൽപ്പെട്ട ഒരാളായിരുന്നു VMS പൂക്കോയ തങ്ങൾ. നല്ല മനുഷ്യർക്ക് നല്ല മരണമുണ്ടാവും. തൂക്കുമരം വിരിക്കപ്പെട്ടവരാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾക്ക് തൂക്കുമരം വിരിക്കപ്പെട്ടു. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട അബദ്ധം പറ്റിപ്പോയത്, ഒരബദ്ധം, കൈപ്പിഴ പറ്റിപ്പോയത്. സത്യത്തിൽ അദ്ദേഹം കുറ്റവാളിയാണില്ല. പക്ഷേ തെളിവില്ല, തന്റെ കയ്യിൽ ഒന്നുമില്ല. തെളിവ് മറു ചെയ്യുക, തൂക്കിക്കൊല്ലാൻ വിരിക്കപ്പെട്ടു. പാണക്കാട്ട് ആ മനുഷ്യൻ വീണ്ടും മരിച്ചിട്ടില്ല. ഹൈക്കോടതിയുടെ ജഡ്ജി തൂക്കിക്കൊല്ലാൻ വിളിച്ചു. പാണക്കാട്ടെ ജഡ്ജി ജീവിക്കാൻ വിളിച്ചു. ജഡ്ജി മരിച്ചു, പൂക്കോയെ മരിച്ചു, ഈ മനുഷ്യൻ മരിച്ചു. അവരൊരു വാക്ക് പറഞ്ഞാൽ അല്ലാഹു പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് സ്വീകരിക്കും. അങ്ങനെയുള്ള വലിയ മനുഷ്യൻ. ആ കൂട്ടത്തിൽ വലിയ ഒരു വിശുദ്ധിയുടെ കണ്ണിയായിരുന്നു ബഹുമാനപ്പെട്ട VMS പൂക്കോയ. അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഇതാണ് ഒരു രാഷ്ട്രീയ രംഗത്തെ ഒരു മഹാനായ കണ്ണിയും കഴിഞ്ഞ വർഷം കുടുങ്ങി. ബഹുമാനപ്പെട്ട സയ്യിദുമർ തങ്ങളെ മയ്യിത്ത് നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും മുന്നിലിരിക്കുക. എല്ലാവരും വളരെ വേദന തോന്നി. സമുദ്രം പോലും ആ പള്ളിയുടെ മുൻഭാഗത്തെ വാതിൽ തുറന്നിട്ടിരുന്നു. വിശാലമായ കടൽപ്പരപ്പിലേക്ക് നോക്കി ഞങ്ങൾ ഇങ്ങനെ ഇരുന്നു. എന്റെ മനസ്സ് കടൽ പോലെയായി. കടൽ പോലും വിഷമിക്കുന്നത് പോലെ തോന്നി. ഇനി ആ രംഗത്ത് അതുപോലെ ഉണ്ടാവില്ല. ഇനി കേരളത്തിൽ കോഴിക്കോട്ടിൽ സയ്യിദുമർ വാഫത്തിന് ശേഷം മറ്റൊരു മനുഷ്യൻ ഒരു സയ്യിദുമറിനെ സംഭാവന ചെയ്യാൻ കഴിയുമോ? സംശയം. കൊയിലാണ്ടിയിൽ ചെന്നപ്പോൾ കൊയിലാണ്ടിക്കാർ പറഞ്ഞു, വെളിച്ചം കെട്ടു, വെളിച്ചം കെട്ടു. നട്ടുച്ച നേരത്ത് പറഞ്ഞു, വെളിച്ചം കെട്ടു. ഇരുട്ടായി പോയിരിക്കും. കൊയിലാണ്ടിക്ക് ഇരുട്ടായി. വാഫത്തെ മരിച്ചപ്പോൾ ലോകത്തിന് തന്നെ ഇരുട്ടായി. വലിയ മനുഷ്യർ മരിച്ചാൽ എല്ലായിടത്തും ഇരുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. ആ മറ്റേ മാംസവും കേരളത്തിലെ നമ്മുടെ കയ്യിലില്ലേ? നമുക്ക് ബാഫക്ക് ആയിക്കൂടെ? നമുക്കൊന്ന് സമൂഹത്തിന് വേണ്ടി എണീക്കുന്നൂടെ? ഈ കള്ളത്തരങ്ങളുടെ ഇന്നത്തെ രീതികളൊക്കെ അവസാനിപ്പിച്ച് സത്യത്തിന് വേണ്ടി എണീറ്റ് നിൽക്കാൻ തയ്യാറായാൽ എല്ലാ സംഘടനകളും നിഷ്പ്രയാസം രക്ഷപ്പെടും. അല്ലാതെ ആരെങ്കിലും ആരുടെ മേൽ പഠിച്ചാലിട്ട് കാര്യമില്ല. നന്മയേക്കാണ്. ഞാൻ പാപത്തങ്ങൾ പെടുത്തുയർത്തിയ പ്രസ്ഥാനമടക്കം അതിന്റെ പ്രവർത്തകരോടക്കം അടക്കമാണ് ഇത് സൂചിപ്പിച്ചത്. എന്തെങ്കിലും അല്ലാത്തത് തോന്നിയെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്ന് വളരെ താഴ്മയോടെ വീക്ഷിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഒരു താല്പര്യക്കാരൻ, ഒരു മൂഹിയുമാണ്. ഇതൊക്കെ ഈ നാട്ടിൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് കേരളത്തിൽ ചെയ്ത സേവനങ്ങൾ നിസ്തുല്യമാണ്. ആ പ്രസ്ഥാനത്തെ പോലെ മുസ്ലിം സമുദായത്തിന് സാമൂഹിക തലത്തിൽ അല്ല, കേരള സാമൂഹിക സാഹചര്യത്തിൽ ഇന്ത്യൻ മുസ്ലിം ലീഗ് ചെയ്ത സേവനങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. ആ പ്രസ്ഥാനം അജയ്യമായി നിലനിൽക്കേണ്ടതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കേരളീയ മുസ്ലിം ഉമ്മത്തിന് ഇന്ത്യൻ മുസ്ലിം ലീഗ് ചെയ്ത സേവനം ഒരിക്കലും വാക്കുകൾ കൊടുക്കാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അത് അജയ്യമായി നിലനിൽക്കണമെങ്കിൽ ഇനിയും ബാബുമാർ ഉണ്ടായി മതിയാവും. അത് നിങ്ങളുമാണ്, അത് ഞാനാണ്. ഈ ടൗൺ ഹാൾ ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷി വഹിച്ചിട്ടുണ്ട്. ഈ സന്ധ്യ ഇനി ഒരു ബാബക്ക് ഉണ്ടാവാനുള്ള ഒരു സത്യസാക്ഷ്യത്തിന്റെ വേദിയായെങ്കിൽ എന്റെ പ്രസംഗം അർത്ഥവത്താവുകയും ഞാൻ കൃതാർത്ഥനാവുകയും ചെയ്തു. അള്ളാഹു ആ സാരാംശത്തിലേക്ക് മടങ്ങാൻ, അള്ളാഹു ആ ബാബക്കയിലേക്ക് ചേർത്ത് വായിക്കപ്പെടുന്ന ഒരു നാമം റഹ്മത്തുള്ളയെയും റഹ്മത്തുള്ളാന്റെ കൂടെയുള്ളവരെയും